MCC നെറ്റ്സോണിന്റെ കർമ്മധീരനായ ട്രഷറർ എന്റെ ജ്യേഷ്ഠ സഹോദരൻ പ്രിയപ്പെട്ട ഷാബിലി സാഹിബുമാണ്. KMCC നെറ്റ്സോണിന്റെ സഹഭാരവാഹികളായ KMCC നെറ്റ്സോണിന്റെ ജീവാത്മാവും പരമാത്മാവുമായ സിദ്ദീഖ് തളിക്കുളം. ഇതിന്റെ ചർച്ചാ വേളകളെ ധന്യമാക്കുന്ന, സക്രിയമാക്കുന്ന, സജീവമാക്കുന്ന പ്രിയപ്പെട്ട ഷരീഫ് സാഹിബ് തുടങ്ങി നെറ്റ്സോണിന്റെ എല്ലാമായ ഉമറാക്കളെ കുറിച്ച് ഒരുപാട് ആളുകൾ ഇവിടെയുണ്ട്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അസ്സലാമു അലൈക്കും. സത്യത്തിൽ ഇന്നിങ്ങനെ ഒരു വിഷയം പ്രിയപ്പെട്ട സുഹൃത്ത് ഹസ്രത്ത് കടലുണ്ടി പേസ്റ്റ് ചെയ്തത് മുതൽ ഞാൻ അന്വേഷിച്ചിരുന്നു, ആരെങ്കിലും നമ്മൾക്കെതിരെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്നതിനെ കുറിച്ച്. പക്ഷെ അപ്പോഴൊന്നും ഞാൻ ആരെങ്കിലുമൊക്കെ പ്രിയപ്പെട്ട ഷാദുൽ സാഹിബ് ഞാനുമൊക്കെ ഇന്നലെ ഒരു ചർച്ചയിൽ പങ്കെടുത്ത സമയത്ത് അതുപോലെ എന്തെങ്കിലുമൊക്കെ പരാമർശങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്ന് സംശയിച്ചിരുന്നു. ഏതായാലും അങ്ങനെയൊന്നും ഇല്ല. എങ്കിൽ കൂടി മുസ്ലിം ലീഗ് രാഷ്ട്രീയ പാർട്ടിയുടെ വിവര സാങ്കേതിക വിദ്യയുടെ മേഖലകളിൽ, വ്യത്യസ്ത മേഖലകളിൽ, മെസഞ്ചറുകളുടെയൊക്കെ ലോകത്ത് ഈ ഒരു മേഖലയെ ആദ്യമായിട്ട് രാഷ്ട്രീയപരമായിട്ട് ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് വേണ്ടി വിനിയോഗിച്ചത് ഹരിത രാഷ്ട്രീയത്തിന്റെ മുസ്ലിം ലീഗ് രാഷ്ട്രീയ പാർട്ടിയുടെ പ്രവർത്തകരാണ് എന്ന കാര്യത്തിൽ നമുക്ക് അഭിമാനമാണ്. അതിനൊരു രൂപമുണ്ടാക്കിയതും അതിനൊരു മാർഗമുണ്ടാക്കിയതും അതിനൊരു വേദി ഉണ്ടാക്കിയതും മുസ്ലിം ലീഗ് രാഷ്ട്രീയ പാർട്ടിയുടെ പ്രവർത്തകരാണ്. ഒരുപാട് ആളുകൾ, പ്രിയപ്പെട്ട പുത്തനഴിയെ പോലെയുള്ള പഴയകാലയായ ഒരുപാട് ആളുകൾ ഇതിനു വേണ്ടി സജീവമായിട്ടുണ്ട്. ഒരു വ്യാഴവട്ടക്കാലത്തെ പരിശ്രമമുണ്ട് വേലക്സ് മെസഞ്ചറിലെ KMCC നെറ്റ്സോൺ IUM എന്ന ഇന്നത്തെ ഒരു റൂം നിങ്ങൾ കാണുമ്പോൾ ഇതിന്റെ പിന്നിൽ ഞാൻ അതിലേക്ക് ഒന്നും കിടക്കണില്ല. അവിടെയൊക്കെ ലീഗ് രാഷ്ട്രീയ പാർട്ടിയെ ചർച്ച ചെയ്യാനുള്ള വേദികൾ ഉണ്ടാക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. അള്ളാഹുവിന്റെ അപാരമായ അനുഗ്രഹം കൊണ്ട് ഇന്ന് അതിനൊരു നല്ല രീതിയിലുള്ള, നമുക്ക് ഒരുപാടെണ്ണം, ഞാൻ എപ്പോഴും പറയുന്നത് പോലെ ആളെണ്ണത്തിലല്ല നമ്മൾ കാര്യമാക്കുന്നത്. ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്ന് ഹരിത രാഷ്ട്രീയം മനസ്സിൽ കൊണ്ടു നടക്കുന്ന, പ്രവാസ ലോകത്ത് ജീവിക്കുന്ന ഒരുപാട് സഹോദരങ്ങൾ തങ്ങളുടെ അന്നത്തെ അന്നം തേടി, കുടുംബത്തിന്റെ അന്നം തേടി, അർത്ഥം തേടി കടൽ കടന്നു ജീവിക്കാൻ വേണ്ടി പ്രവാസം വിധിക്കപ്പെട്ടവർ, ഹതഭാഗ്യരായ പ്രവാസി, അവർക്കൊക്കെ തങ്ങളുടെ മനസ്സിൽ കൊണ്ടു നടക്കുന്ന അർദ്ധചന്ദ്ര താരാങ്കിത ഹരിത പതാകയുടെ ആശയം, ആ രാഷ്ട്രീയ പാർട്ടിയുടെ അന്നത്തെ ചലനങ്ങൾ ചർച്ച ചെയ്യാൻ, ആ രാഷ്ട്രീയ പാർട്ടിയിലെ പങ്കാളികളാവാൻ ഒരു വേദി ഉണ്ടാകുക എന്നത് KMCC നെറ്റ്സോൺ കൊണ്ട് സാധ്യമായി. എന്റെ പ്രിയപ്പെട്ട സഹോദരൻ ഉമ്മർ സാഹിബിനെ തന്നെ എടുത്തു നോക്കിയാൽ, പാണ്ടിക്കടവത്ത് കുഞ്ഞാലിക്കുട്ടി സാഹിബിന്റെ തെരഞ്ഞെടുപ്പിന്റെ പ്രവർത്തന രംഗത്തേക്ക് ഇത്തവണ ഉമ്മർ കെയെ സ്വാഗതം ചെയ്തത്, ഉമ്മർ കെയെ എത്തിച്ചത് അഭിമാനത്തോടെ അന്തസ്സോടെ പറയാൻ കഴിയും, അത് KMCC നെറ്റ്സോണിന്റെ പ്രവർത്തനം തന്നെയാണ്. പ്രിയപ്പെട്ട ഷെരീഫ് ഇരിട്ടിയെ, കണ്ണൂർ ഇരിട്ടിയിലെ ഒരു വാർഡിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വിഷയം അന്ന് പാലക്കാട് ജില്ലയിൽ കിടക്കുന്ന, മണ്ണാർക്കാട് മേഖലയിൽ കിടക്കുന്ന ഈ ഉള്ളവരോട് ചർച്ച ചെയ്ത് അദ്ദേഹത്തിന്റെ നാട്ടിലെ ആ ഒരു സാരഥിയുമായിട്ട് സംവദിക്കുവാനും അതിനൊരു പരിഹാരം ഉണ്ടാക്കുവാനും എന്നെ അദ്ദേഹം തെരഞ്ഞെടുത്തത് KMCC നെറ്റ്സോൺ തന്നെയാണ്. കോഴിക്കോട് ജില്ലയിലെ ഒരു ഗ്രാമപ്രദേശത്തെ ഒരു വാർഡിലെ നിർണായകമായ 20ഓളം വരുന്ന വോട്ടുകളെ പാലക്കാട് ജില്ലയിലെ പട്ടാമ്പിയിൽ കിടക്കുന്ന ഇൻമാസ് പട്ടാമ്പിയെ വിളിച്ചുകൊണ്ട് അത് മുസ്ലിം ലീഗ് രാഷ്ട്രീയ പാർട്ടിക്ക് അനുകൂലമാക്കുവാൻ വേണ്ടി കഴിഞ്ഞത് KMCC നെറ്റ്സോൺ കൊണ്ട്. അതിന്റെ യഥാർത്ഥ മുസ്ലിം ലീഗ് രാഷ്ട്രീയ പാർട്ടിയുടെ, ആ രാഷ്ട്രീയ പാർട്ടി ഉദ്ദേശിക്കുന്ന രീതിയിലാണ് KMCC നെറ്റ്സോൺ IUM അതിന്റെ ശരിയായ മാർഗത്തിലാണ് എന്ന് ഇപ്പൊ പറയാനുള്ള കാരണം, വർത്തമാന കാലം എന്ന് പറയുന്നത് ഇത് വിവര സാങ്കേതിക വിദ്യയുടെ കാലമാണ്. ഈ കാലഘട്ടത്തിൽ ഒരു രാഷ്ട്രീയ പാർട്ടി അതിന്റെ ആശയങ്ങളെ പ്രചരിപ്പിക്കുവാനും അതിന്റെ ആദർശങ്ങൾ മുറുകെ പിടിച്ചുകൊണ്ട് അതിന്റെ പ്രവർത്തകരെ കർമ്മ പദത്തിൽ സജ്ജരാക്കാനും, കരയുന്നവന്റെ കണ്ണീരൊക്കുന്ന കൈലേസായി വർത്തിക്കുവാനും, വേദന അനുഭവിക്കുന്നവന്റെ വേദന മാറ്റുന്ന, അവന് തണലേകുന്നവനായി വർത്തിക്കുവാനും മുസ്ലിം ലീഗ് രാഷ്ട്രീയ പാർട്ടി പറയുമ്പോൾ അതിനുവേണ്ടി പ്രചരണം ഏറ്റെടുത്തിരുന്നു. അതിന്റെ ഓരം ചേർന്ന് നടക്കുകയും ചെയ്യുന്ന പ്രവർത്തകരെ സമ്മാനിക്കാൻ കഴിയുന്നത് KMCC നെറ്റ്സോണിലൂടെ കഴിയുന്നു എന്നതിൽ ചാരിതാർത്ഥ്യം. മുസ്ലിം ലീഗ് രാഷ്ട്രീയ പാർട്ടിയെ കുറിച്ച് പറയുമ്പോൾ കേരള രാഷ്ട്രീയ ഭൂമിയിൽ ഇന്ന് ജീവിച്ചിരിക്കുന്ന
പരിപൂർണ ആയുസ്സോടെ ആരോഗ്യത്തോടെ എന്ന് ഞങ്ങൾ പറയുന്നില്ല. ഞങ്ങളെപ്പോലെ പരിപൂർണ ആരോഗ്യത്തോടെ വേറെ രാഷ്ട്രീയ പാർട്ടികൾ ഇന്ന് കേരള രാഷ്ട്രീയത്തിൽ ജീവിക്കുന്നുണ്ട് എന്ന് പറയാൻ ഞങ്ങൾക്ക് 2 തവണ ആലോചിക്കുന്നു. ഞങ്ങളുടെ സജീവമായിട്ടുള്ള ഞങ്ങളോട് ഇടപഴകുന്ന ഞങ്ങളുടെ സഖ്യകക്ഷികളിൽപ്പെട്ടവർക്ക് തന്നെ ഞങ്ങളെപ്പോലെ പരിപൂർണ ആരോഗ്യമായിട്ട് പാമ്പ് കടിച്ചിട്ടില്ല, എല്ല് മുട്ടിയിട്ടില്ല, അതല്ലെങ്കിൽ പിന്നെ ഹാർട്ട് അറ്റാക്ക് വന്നിട്ടില്ല, ബൈപ്പാസ് സർജറി കഴിഞ്ഞിട്ടില്ല, ഇതുവരെ കത്തിവെച്ചിട്ടില്ല, ഒരു ഓപ്പറേഷൻ കഴിഞ്ഞിട്ടില്ല എന്നൊക്കെ പറയുന്ന തരത്തിലുള്ള ഒരു ആരോഗ്യം ഞങ്ങളെപ്പോലെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് രാഷ്ട്രീയ പാർട്ടിയെ പോലെ കേരള രാഷ്ട്രീയത്തിൽ ഐക്യജനാധിപത്യ മുന്നണിയിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രാഷ്ട്രീയ മുന്നണിയിലോ ഉണ്ട് എന്ന് പറയാൻ കഴിയില്ല. കാരണം മുസ്ലിം ലീഗ് രാഷ്ട്രീയ പാർട്ടി ഇന്ന് കേരള രാഷ്ട്രീയ ഭൂമികയിലെ മധുര 17കാരിയുടെ അഴകോടുകൂടി വിരാജിക്കുകയാണ്. അപ്പോൾ തന്നെ മധുര 17കാരിയുടെ അഴകോടുകൂടി വിരാജിക്കുന്നു. ആർക്കും ഒന്ന് നോക്കാൻ പറ്റുന്ന തരത്തിൽ, ആർക്കും ഒന്ന് എത്തി നോക്കാൻ പറ്റുന്ന തരത്തിൽ, ആർക്കും ഒന്ന് ആശിക്കാൻ തരുന്ന തരത്തിൽ കേരള രാഷ്ട്രീയത്തിൽ വിരാജിക്കുമ്പോൾ തന്നെ പക്വതയുടെ പാകതയുടെ ആത്മസംയമനത്തിന്റെ ഒരു ഭാഗം മറ്റൊരു ഭാഗം മുസ്ലിം ലീഗ് രാഷ്ട്രീയ പാർട്ടി 6.5 പതിറ്റാണ്ട് കാലം കേരള ഭൂമികയിൽ പ്രവർത്തിച്ചതിന്റെ അനന്തര ഫലമായിട്ട് ഇന്ന് കേരളത്തിൽ മുസ്ലിങ്ങൾ ആദ്യ പിന്നോക്ക മർജിത മത ന്യൂനപക്ഷങ്ങൾ അനുഭവിക്കുന്ന അവകാശങ്ങൾ, ആ അവകാശങ്ങൾക്കൊക്കെ മുഴുവനായിട്ട് മുസ്ലിം ലീഗ് രാഷ്ട്രീയ പാർട്ടിയോട് നിങ്ങൾ കടപ്പെടണമെന്ന് ഞങ്ങൾ പറയുന്നില്ലെങ്കിലും നിങ്ങൾ ഈ സമയത്തൊക്കെ ഓർക്കേണ്ട ഒരു നാമം അത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് രാഷ്ട്രീയ പാർട്ടിയെയും അതിന്റെ പോഷക സംഘടനകളെയും തന്നെയാണ്. അത് ഏറ്റവും കൂടുതൽ മുന്നിൽ നിൽക്കുന്നതാണ് പ്രിയപ്പെട്ട KMCCയുടെ പ്രവർത്തനം. KMCC എന്ന് പറയുമ്പോൾ നമ്മുടെ പ്രിയങ്കരനായ കാര്യദർശി പ്രിയപ്പെട്ട PK കരീം സാഹിബ്, UAE KMCCയുടെ കേന്ദ്ര കമ്മിറ്റിയുടെ സഹഭാരവാഹി, പ്രിയപ്പെട്ട ചെയർമാൻ മുജീബ് സാഹിബ്, മക്ക KMCCയുടെ കർമ്മധീരനായ ഓർഗനൈസിംഗ് സെക്രട്ടറി, അതിന്റെ ഉത്തരവാദപ്പെട്ട ഭാരവാഹി, ഇത് നേതൃത്വം കൊടുക്കുന്ന മഹാഭൂരിപക്ഷം വരുന്ന ആളുകളും KMCCയുടെ പല മേഖലകളിലും പ്രവർത്തിക്കുന്നവരാണ്, അല്ലെങ്കിൽ തന്നെ KMCCയോട് ബന്ധമുള്ളവരാണ്. ഇങ്ങനെയൊക്കെ പ്രവർത്തിക്കുമ്പോൾ തങ്ങളുടെ കുടുംബത്തോടൊപ്പം കഴിയേണ്ട സമയം, അല്ലെങ്കിൽ തങ്ങൾക്ക് വേണ്ടി സമ്പാദിക്കാൻ വേണ്ടി മറ്റു മേഖലകൾ കണ്ടെത്തേണ്ട സമയങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി അർപ്പിക്കുകയും അതിനുവേണ്ടി സമയം കണ്ടെത്തുകയും അതിനുവേണ്ടി ജീവിക്കുകയും നാളെ റബ്ബിന്റെ കോടതിയിൽ നിന്റെ ഒഴിവു സമയം നീ എന്തിനു ചെലവഴിച്ചു, നിന്റെ യൗവനം നീ എന്തിനു ചെലവഴിച്ചു എന്ന് ചോദിക്കുമ്പോൾ റബ്ബിന്റെ കോടതിയിൽ വേണ്ടി അതിന് മറുപടി പറയാനും അതിലൂടെ അവന്റെ ജന്നാത്തുൽ ഫിർദൗസിന്റെ ഉന്നത കവാനങ്ങൾ തങ്ങൾക്ക് മുന്നിൽ തുറക്കപ്പെടണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്ന മഹാഭൂരിപക്ഷം വരുന്ന നിഷ്കാമ കർമ്മികളുടെ ഒരു കൂട്ടമാണ് KMCC. അള്ളാഹു അവന്റെ ജന്നാത്തുൽ ഫിർദൗസിന്റെ ഉന്നത കവാടങ്ങൾ നമുക്ക് മുന്നിൽ തുറന്നു തരുമാറാവട്ടെ. നമ്മുടെ പ്രവർത്തന കാലഘട്ടത്തിൽ കാലയളവിൽ നമ്മൾക്കൊക്കെ എന്തെങ്കിലും സംഭവിക്കുന്നുണ്ടെങ്കിൽ സംവാദമാണ്, നമ്മൾ മറ്റുള്ളവരുമായിട്ട് തീപ്പൊരിച്ചു തരുന്ന ചർച്ചകൾ നടത്തുമ്പോൾ, ആശയ സംഘടനത്തിൽ ഏർപ്പെടുമ്പോൾ സ്വാഭാവികമായിട്ടും അറിയാതെ ഏതെങ്കിലും വാക്കുകൾ കഴുത്തരിച്ചിലൂടെയാവും, അത് ഫേസ്ബുക്കിലെവിടെയാവും, അത് ട്വിറ്ററിലൂടെയാവും, അല്ലെങ്കിൽ മറ്റേതെങ്കിലും മേഖലയിലൂടെ നമ്മുടെ ആശയ പ്രചരണ രംഗത്ത് നമുക്ക് സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ അതെല്ലാം നാഥൻ കൊടുത്തു തരുമാറാവട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. ഇവിടെ മുസ്ലിം ലീഗ് രാഷ്ട്രീയ പാർട്ടി വിവര സാങ്കേതിക വിദ്യയുടെ രംഗത്ത് കുതിക്കുന്ന ഒരു പാർട്ടിയാണെന്നും കുതിച്ചുചാട്ടം നടത്തുന്ന ഒരു പാർട്ടിയാണെന്ന് പറയുമ്പോൾ തന്നെ അങ്ങനെ മറ്റൊരാൾക്ക് വേണമെങ്കിൽ ചോദിക്കാം, അങ്ങനെ ചാട്ടം നടത്തുന്ന ഒരു പാർട്ടിയാണ് നിങ്ങൾ എന്ന് പറയുമ്പോൾ അങ്ങനെ പറയാൻ കേരളത്തിൽ അർഹതയുള്ള ഏക പാർട്ടി നിങ്ങൾ തന്നെയാണെന്ന് പറയും. കാരണം സാക്ഷരതാ യജ്ഞമാണെങ്കിലും ജനകീയാസൂത്രണമാണെങ്കിലും DPP സംവിധാനമാണെങ്കിലും അക്ഷയയാണെങ്കിലും ഒക്കെ ഏത് സർക്കാർ കൊണ്ടുവരുന്നു എന്നത് നോക്കാതെ എന്താണ് അതിലൂടെ ഉദ്ദേശിക്കുന്നതെന്നും അതിന്റെ ബാക്കി പാത്രം എന്താവണമെന്നും അതിലൂടെ സമൂഹത്തിനും സമുദായത്തിനും പിന്നോക്ക ന്യൂനപക്ഷങ്ങൾക്കും ജനങ്ങൾക്ക് അടിച്ചമർത്തപ്പെട്ട ജനങ്ങൾക്കും എന്ത് നേടിക്കൊടുക്കാമെന്നും ചിന്തിക്കുകയും അതിനുവേണ്ടി അക്ഷീണയത്നം പരിശ്രമിക്കുകയും ചെയ്യുന്നവരാണ് മുസ്ലിം ലീഗ് രാഷ്ട്രീയ പാർട്ടി. മുസ്ലിം ലീഗ് രാഷ്ട്രീയ പാർട്ടി വികസനത്തിന്റെ കാര്യങ്ങളിൽ, നാടിന്റെ മുന്നോട്ടുള്ള ഗമനത്തിന്റെ കാര്യത്തിൽ അച്യുതാനന്ദനെ പോലെ പുറകോട്ട് നയിക്കാറുണ്ട്, അല്ലെങ്കിൽ അച്യുതാനന്ദനെ പോലെ പിറകോട്ട് വലിക്കാറുണ്ട്. മുസ്ലിം ലീഗ് ആരോഗ്യപരമായിട്ടുള്ള വിമർശനങ്ങൾ ഉന്നയിക്കുമ്പോൾ നാടിന്റെ പുരോഗതിക്ക് വേണ്ടി മുന്നിൽ നിന്ന് എത്തിക്കുന്നവരാണ്. ഞാൻ ഏതായാലും ഒരുപാട് സംവദിക്കുന്നില്ല, കാരണം ഒരുപാട് ആളുകൾ പ്രിയപ്പെട്ട ഹുസൈൻ സാഹിബിനെ പോലെ, സിദ്ദീഖ് സാഹിബിനെ പോലെ, ഒരുപാട് ആളുകൾ ഷെരീഫിനെ പോലെ, ഗഫൂറിനെ പോലെ ഒരുപാട് ആളുകൾ താഴെ നിൽക്കുകയാണ്. ഒരുപാട് സമയം അധികം ചെലവഴിച്ചു എന്ന് എനിക്ക് തോന്നുന്നു. എങ്കിൽ കൂടി IUML എന്ന് പറയുന്ന ഈ ഒരു വേദി അതിന്റെ ശരിയായ മാർഗത്തിലൂടെയാണ് എന്ന് ഒരിക്കൽ കൂടി അരക്കിട്ടുറപ്പിക്കുന്ന തരത്തിൽ ഇങ്ങനെ ഒരു ചർച്ച ഇന്ന് തെരഞ്ഞെടുക്കാൻ കാരണം ഈ വർത്തമാനകാല കേരള രാഷ്ട്രീയ വികാസങ്ങളും വർത്തമാനകാല കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളും ഒക്കെ എടുത്ത് പരിശോധിക്കുമ്പോൾ ആ ഒരു മുന്നണി സംവിധാനത്തിൽ ഭരിക്കുന്ന ഒരു സർക്കാരിന്റെ പിന്തുണ കൊടുക്കുകയും തങ്ങളുടെ രാഷ്ട്രീയ പാർട്ടിയുടെ പ്രവർത്തനങ്ങളിൽ അക്ഷീണമായിട്ട് എത്തിക്കുകയും ആ രാഷ്ട്രീയ
രാഷ്ട്രീയ പാർട്ടിയുടെ ആശയങ്ങളെയും ആദർശങ്ങളെയും പ്രവർത്തന രീതിയും പ്രകൃതിക്കിണങ്ങുന്ന തരത്തിൽ ഒരു വിഭാഗം ഇറങ്ങുമ്പോൾ, പരിസര മലിനീകരണത്തിന് എതിരെ ഒരു വിഭാഗം ഇറങ്ങുമ്പോൾ, ജനസേവനത്തിന് വേണ്ടി ഒരു പട്ടാളത്തെ ഇറക്കാൻ വേണ്ടി യൂത്ത് ലീഗുകാർ തയ്യാറാകുമ്പോൾ, പ്രകൃതിയെ സംരക്ഷിക്കാൻ വേണ്ടി മുസ്ലിം ലീഗ് തയ്യാറാകുമ്പോൾ, നാളുകളുടെ IAS-കാരനെയും IFS-കാരനെയും തയ്യാറാക്കാൻ വേണ്ടി വിദ്യാർത്ഥി സമൂഹം തയ്യാറാകുമ്പോൾ, ഇസ്ലാമിക രീതിയിൽ അല്ലെങ്കിൽ മതവിശ്വാസത്തോടുകൂടി അല്ലെങ്കിൽ സംസ്കാര സമ്പന്നയായി ജീവിക്കാനുള്ള മഹിളാ മണികളെ തയ്യാറെടുക്കുന്ന, അതുപോലെ തന്നെ സമൂഹത്തിലെ ഉന്നത ശ്രേണിയിലേക്ക് അവരെ കൈപ്പിടിച്ചു കൊടുക്കുന്ന വനിതാ ലീഗ്, അങ്ങനെ തന്നെ ദളിതരായിട്ടുള്ള പിന്നോക്കക്കാർ അടിച്ചമർത്തപ്പെട്ട ഏത് കാലത്തും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേണ്ടി അർദ്ധരാത്രിയിലുമൊക്കെ പ്രകടനം നടത്തുവാനും അവരുടെ വോട്ട് ബാങ്കായി മാത്രം വർത്തിച്ചിരുന്ന ഒരു സമൂഹത്തെ അവരുടെ അവരുടെ ജനായത്ത സംവിധാനത്തിലെ അധികാരം നാടിന്റെ പുരോഗതിക്കും അവരുടെ സമൂഹത്തിന്റെ പുരോഗതിക്കും വേണ്ടി ഉപയോഗിക്കണമെന്ന് ഉണർത്തുപാട്ട് പാടിക്കൊണ്ട് അവരെ ഉന്നമനത്തിലേക്ക് കൊണ്ടുവരുന്ന ഇന്ത്യൻ യൂണിയൻ ദളിത് ലീഗാണെങ്കിലും, അധ്യാപകർക്ക് വേണ്ടി ജനപ്രിയവും ഗുണപ്രിയവും ഫലപ്രദവുമായ വിദ്യാഭ്യാസ സമ്പ്രദായത്തിലേക്ക് അവരെ നയിക്കുന്ന കേരള സ്കൂൾ ടീച്ചേഴ്സ് യൂണിയനെ പോലെ മുസ്ലിം ലീഗിന്റെ സകലമാന പോഷക സംഘടനകളും ജീവിക്കുകയാണ്. കേരള രാഷ്ട്രീയ മണ്ഡലത്തിൽ ഇതര രാഷ്ട്രീയ പാർട്ടികളുടെ പോഷക സംഘടനകളൊക്കെ ഭരണത്തിലുള്ള സമയത്ത് കിടന്നിറങ്ങുകയും പ്രതിപക്ഷത്തിരിക്കുന്ന സമയത്ത് പ്രിയപ്പെട്ട കുഞ്ഞാലിക്കുട്ടി സാഹിബിന്റെ വാക്ക് കടമെടുത്താൽ ആർക്കെങ്കിലുമൊക്കെ എതിരെ സമരം ചെയ്യാൻ വേണ്ടി എതിർത്ത് സമരം ചെയ്യാനുള്ള ഒരാളെ കുറിച്ച് നിരീക്ഷണം നടത്തി അവരുടെ നിരീക്ഷണ ഗവേഷണശാലയിൽ നിന്ന് ഉരുത്തിരിയുന്ന ഏതെങ്കിലും ഒന്നിനൊക്കെ സമരം ചെയ്യാൻ വേണ്ടി മാത്രം വിധിക്കപ്പെട്ടവർക്ക് മുന്നിൽ നിന്ന് ആശയപരമായിട്ട് എതിരഭിപ്രായം ഉണ്ടാവുകയും നല്ലതിനെ പിന്തുണയ്ക്കുകയും നല്ലതിനെ അംഗീകരിക്കുകയും അതിന് പിന്തുണ കൊടുക്കുകയും ചെയ്യുമ്പോൾ തന്നെ തങ്ങളുടെ ആദർശത്തിന് കടുകുമണിയോളം വ്യതിചലിക്കാതെ, അതിനൊരു 2 മണിക്കൂറത്തോളം വ്യതിചലിക്കാതെ അതിൽ ഉറച്ചു നിൽക്കുകയും ഒരു നാടിന്റെ പുരോഗതിക്ക് ആ നാടിനോടുള്ള സ്നേഹത്തോടൊപ്പം തന്നെ ആ നാടിന്റെ പുരോഗതിക്ക് വേണ്ടിയുള്ള യത്നത്തിന് സജീവമായി പങ്കാളികളാകുകയും ചെയ്യുന്ന ഇന്ത്യൻ രാഷ്ട്രീയ പാർട്ടിക്ക് സർവാത്മന പിന്തുണ കൊടുക്കുന്ന KMCC നെഡ്ജോള UMLA സർവാത്മന ശക്തിപ്പെടുത്തുവാൻ വേണ്ടി നിങ്ങളുടെ ഓരോരുത്തരുടെയും സജീവമായ സക്രിയമായ ഇടപെടലുകൾ ഉണ്ടാവണമെന്ന് വളരെ താഴ്മയോടെ ഇതിന്റെ ഒരു എളിയ ഭാരവാഹി എന്ന നിലയിൽ നിങ്ങളോട് അഭ്യർത്ഥിച്ചുകൊണ്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഇന്നാ ഫതഹനാ ലക ഫതഹൻ മുബീന എന്ന വിശുദ്ധവാക്യം ഉച്ചരിച്ചുകൊണ്ട് ഇതിന്റെ ഔപചാരികമായ തുടക്കം കുറിക്കാൻ അർഹനല്ലെങ്കിൽ കൂടി ക്ഷണിച്ചതുകൊണ്ട് പ്രിയപ്പെട്ട ഷാദുൽ സാഹിബിന്റെ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് തുടക്കം കുറിച്ചതായി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.